ണ്ട് ഞാനിപ്പോ വലിയൊരു കലാകാരന്റെ വീട്ടിലാണ്. ആളെ കണ്ടെത്താൻ ഒരുപാട് ശ്രമം നടത്തിയിട്ടാണ് കിട്ടിയത്. അപ്പൊ അദ്ദേഹം വലിയൊരു അനൗൺസറാണ്, അതും ഒരു കലയാണ്. ആളുടെ ഇതിന്റെ ടോക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സാധാരണക്കാരന് പറ്റുന്ന കാര്യങ്ങളല്ല അത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താ പറഞ്ഞത്? എന്റെ പേര് രാമദേവൻ. ആൾക്കാർ ഷോർട്ടായിട്ട് ദേവൻ വിളിക്കും. എല്ലാവരും വിളിക്കുമ്പോൾ ദേവൻ എന്നാണ് പെട്ടെന്ന് എല്ലാവരും അറിയപ്പെടുന്നത്. ദേവൻ എന്ന് പറഞ്ഞത് എന്റെ ഒറിജിനൽ ശരിക്കും പേര് രാമദേവൻ എന്നാണ്. അതെ. അപ്പോ ഈ ഫീൽഡ് ഇങ്ങനെ സെലക്ട് ചെയ്യാനുണ്ടായ കാരണം എന്താ? അത് ഞാൻ ആദ്യം എൻ്റെ വീടിന് അടുത്ത് തൊട്ടടുത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തില് എൻ്റെ തൊട്ടടുത്ത ഒരു ആശാൻ, ഞങ്ങൾക്ക് ആശാൻ അന്ന് കാലത്ത് കളരിക്കുറിപ്പാരൊക്കെ ആശാന്ന് വിളിക്കാം. അപ്പൊ ആ ആശാന്റെ കൂടെ ഞാൻ അമ്പലത്തിൽ പോകും. നമുക്ക് ചെറിയ കുട്ടിയാണ്, ഒരു 10-13 വയസ്സൊക്കെ ഉള്ള പ്രായത്തില് ഞാൻ ആളും കൂടി അമ്പലത്തിൽ പോയി. അന്നൊക്കെ അമ്പം ഉത്ഭവിക്കുന്ന സമയമാണ്. അപ്പൊ അന്ന് അവിടെ നാമം ജപിക്കും. നാമം ജപിക്കാന്ന് പറയാം. അപ്പൊ അത് മൈക്കിക്കോടെയാണ് നാമം ജപിക്കും. അപ്പൊ ആളാണ് അത് ചെയ്യാറ്. അപ്പൊ അത് ആള് ചെയ്യുമ്പോ 10-13 വയസ്സുള്ള ഒരു കുട്ടിയായി ഞാൻ അത് കാണുമ്പോൾ എനിക്കൊരു കൗതുകം. അപ്പൊ ഞാൻ ആളോട് ചോദിക്കും, ഇത്ര നേരമൊക്കെ ചെയ്യുമ്പോ ആശാന്റെ, ഞാൻ ആശാന്ന് വിളിക്കാം, ആശാന്റെ ഇങ്ങനെ കൊരക്കല്ലെങ്കിൽ വായിക്കൊക്കെ ഇത് വരില്ല. അപ്പൊ ആളൊന്ന് ചിരിക്കും എന്ന്. അപ്പൊ ഞാൻ പിന്നെ ആള് വെറുതെ ചിരിക്കുള്ളൂ, പിന്നെ ചിരിക്കും. പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടി ചോദിക്കും, അപ്പൊ നീ എന്താ ഇത്ര അഭിരുചിയായിട്ട് ചോദിക്കണേ? എന്നാ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയട്ടെ. അപ്പൊ ആള് പറയും, കുറച്ച് നേരം കഴിച്ചേ, അതിന് പറ്റിയ അവസരങ്ങൾ വരുമ്പോൾ ഞാൻ നിനക്ക് തരാം. അത് ഞാൻ അവസരം നോക്കിയിരിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് അവസരം തരാറില്ല. 3 ദിവസം കഴിയുമ്പോൾ അപ്പോൾ ഞാൻ ആദ്യം കൗതുകത്തോടു കൂടി ആള് നോക്കും. പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ ആള് പറഞ്ഞു, ഇത് സ്വന്തം ചെയ്യും, നിനക്ക് ഇത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നീ നമ്മുടെ ഭഗവാന് വേണ്ടിയിട്ടല്ലേ നീ നാമജപിക്കുന്നത് അങ്ങോട്ട് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ തട്ടകത്തെ ക്ഷേത്രം മഹാവിഷ്ണു ദേവന്റെ ക്ഷേത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഓ നമോ നാരായണായ, ഓ നമോ വാസുദേവായ. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് നമ്മുടെ ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയത്. പിന്നെ അതിൽ നിന്ന് എനിക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നില്ല. ഞാൻ വലിയൊരു കലാകാരനൊന്നും ഞാൻ അവകാശപ്പെടില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ഇപ്പോ നമ്മള് ഈ ഓണംകളിയിൽ ഒരു സ്പെഷ്യലിസ്റ്റാണ്. ഓണംകളി മത്സരങ്ങളിലെ ഒട്ടനവധി വേദികളിൽ ഞാൻ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ആരും കവിച്ച് വെച്ച ഒരാളെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. എന്നിരുന്നാലും നമ്മുടെ കുറെ ആഗ്രഹങ്ങൾ തീർന്നുണ്ട്. ഇനിയും നമ്മള് ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, കണ്ടിന്യൂ ആയിട്ടുള്ള ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും ഇപ്പൊ നമുക്ക് കുറെ ഇതിന്റെ കുറെ എന്തോ ഇതിന്റെ ഒരു ശോഷണമായിട്ടാണോ എന്തൊന്നും അറിയില്ല, കുറെ മത്സരങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണോ ഇപ്പൊ നമുക്ക് ഇത്തിരി ക്ഷീണമാണ്. എന്താണെന്ന് വെച്ചാൽ കുറെ വേദികൾ കിട്ടാനില്ല. എന്നിരുന്നാലും നമുക്ക് ഇതിനോട് ജീവിക്കാനോ വേറെ ഒന്നിനായിട്ടല്ല, എന്നിരുന്നാലും ആഗ്രഹം, ഇതിനോടുള്ള ഒരു അഭിരുചി. പിന്നെ നമുക്ക് ഈ ഓണക്കളി എന്ന് പറയുമ്പോ നമ്മുടെ അച്ഛനും അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ഇളയച്ചന്മാര് അവരൊക്കെ നമുക്ക് കുറച്ച് പുരാണങ്ങളൊക്കെ അന്ന് കാലത്തൊക്കെ പറഞ്ഞു തന്നെ. അതിന്റെ കുറച്ച് നമ്മൾ പണ്ഡിതനായിട്ടൊന്നല്ല, കുറച്ച് പുരാണങ്ങൾ. അതുപോലെ നമ്മള് തേശ്ശേരി നാരായണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ ഓണങ്ങളിലൊക്കെ വലിയൊരു ടീമുണ്ടായിട്ട് പ്രവർത്തിച്ചു. അവരൊക്കെ പിന്നാലൊക്കെ നടന്ന് കുറച്ച് കഥകൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഓണക്കളി കഥകളൊക്കെ മനസ്സിലാക്കി. അതിന്റെ കുറച്ച് കഥകളൊക്കെ അറിയുന്നതായിട്ടും ഓണക്കളി മത്സരത്തിൽ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥാസാരം വെച്ച് നമ്മളൊരു പാട്ട് പാടി ഒരു ടീം പാടി കഴിയുമ്പോൾ അതിന്റെ കഥാസാരം ചിലപ്പോൾ തെറ്റായിരിക്കും, ചിലപ്പോൾ നമ്മൾ കുറെ 100% ശരിയൊന്നും പറയില്ല. എന്നിരുന്നാലും കഥാസാരമൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ പറയും. ഇപ്പോഴത്തെ ട്രെൻഡ് കഥാസാരമാണ്. അതെ, അപ്പോഴാണ് ജനങ്ങൾ അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളുള്ളൂ. അപ്പോ താങ്കള് ഈ കഥാസാരം പറയാന്ന് പറഞ്ഞു, അത് ഏതെങ്കിലും ഒരു പാട്ടിനെ പറ്റിയോ ഇതിനെ പറ്റിയോ ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാം. അതിപ്പോ നമുക്ക് സമയത്തായതുകൊണ്ട് ഞാൻ പതിയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഓരോ ഓണക്കളി മത്സരം നടക്കുമ്പോൾ നമ്മൾ ഓരോ പാട്ട്, ചിലപ്പോൾ ഒരു ടീമിന് 2 ടീം ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഓരോ ടീമുക്ക് 8 പാട്ട് 9 പാട്ടൊക്കെ ഉണ്ടെങ്കിൽ 9 പാട്ട്, ഇപ്പോൾ 9-18 പാട്ടിനൊക്കെ അത്രയും പറയാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഒരു 10-14 പാട്ടൊക്കെ 2 ടീം കൂടി 10-12-14 പാട്ടിന് നമ്മൾ കഥാസാരം പറയും. അപ്പോൾ ബാക്കിയുള്ള 2-3 ടീമുകൾക്ക് കഥാസാരം നമുക്ക് മനസ്സിലാവുകയും എന്തെങ്കിലും അതിൻ്റെ ഐഡിയയിൽ അശ്രോഹിതമായിട്ട് വേറൊരു അനൗൺസ്മെന്റ് ഉണ്ടാക്കി പറഞ്ഞാൽ അതിന് അശ്രോഹിതമായിട്ട് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കഥാസാരം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ
അന്ന് കാലത്തൊക്കെ ഒരു ഒഴുക്കൻ രീതിയിലാണ് അനൗൺസ്മെന്റ് എന്ന് പറയും. ഇപ്പോഴും ട്രെൻഡ് വന്നേ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ കഥാസാരം എന്ന് പറയും. അനൗൺസ്മെന്റിന്റെ മിടുക്ക് പോലെ ഇരിക്കും കാണികള് ഉണ്ടാവുക. അതായത് ഓണക്കളി പ്രേമികൾക്ക് അഥവാ ഓണക്കളിക്ക് കാണികൾക്ക് ഇത് ഈ കഥാസാരം കേൾക്കുമ്പോഴാണ് ഒരു ഓണക്കളി കണ്ടു അല്ലെങ്കിൽ എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത് ശരിക്കും കഥാസാരം. ആദ്യ കാലത്ത് ഇപ്പൊക്കെ ഒരു അവസ്ഥ വന്നൊരു ഇതിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ആ കഥാസാരവും അതുപോലെ തന്നെ അത് പറയുന്ന രീതിയും പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകുന്നൊരു പശ്ചാത്തലം ആ പശ്ചാത്തലത്തിൽ ഒരു ടീം പാടുന്നു വെച്ചപ്പോ പറയും കള്ളവേഷം മൂണ്ട മാരീചൻ പുള്ളിമാനായി തുള്ളി തുള്ളി കളിച്ചുകൊണ്ട് സീതാദേവിയെ അപഹരിക്കാൻ ശ്രമിച്ച കഥ വളരെ നല്ല രീതിയിൽ ടൂത്ത് പാട്ട് കൂടി പാടി അവസാനിപ്പിച്ചുകൊണ്ട് മടങ്ങുന്ന നിസരി കലാഭവന്റെ അനുഗ്രഹീത കലാകാരൻ ശ്രീ ഷൈജുവിന് നവമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 1000 അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് അടുത്ത ഈ വേദിയിലേക്ക് നടന കലാവേദി പൊന്നനക്കാട്ടൂർ ടീമിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുകയാണ്. അങ്ങനെയുള്ളൊരു ഇത് പറയാം. പിന്നെ പറയുന്ന ഒരു ലങ്കാതകന കഥ പാടുന്ന വെച്ചാൽ ലങ്കാതകനാണ് ഇപ്പൊ പാടുന്ന വെച്ചാൽ പറയും രാക്ഷസ രാജാവായ രാവണന്റെ ലങ്കയെ ചുട്ടുകരിച്ചുകൊണ്ടുള്ള ശ്രീരാമഭക്തനായ ശ്രീഹനുമാന്റെ വീരചരിത കഥ ഈ മനോഹരമായ വേദിയിൽ മനോഹരമായി പാടി തീർത്ത നടനകലയുടെ അനുഗ്രഹീത കലാകാരന് 1000 അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് അടുത്ത ഈ വേദിയിലേക്ക് നാദം ആർട്സിനെല്ലാം സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ പറയണം. ഇതൊക്കെ എഴുതി പഠിച്ചതാണ്. അല്ലല്ല അതൊക്കെ നമ്മള് മനസ്സിൽ നിന്ന് വരുന്ന അവസരം മനസ്സിൽ നിന്ന് കാര്യങ്ങളാണ് നമ്മൾ പറയാം. ഞാൻ ഇത്രയും കാലത്ത് എൻ്റെ ജന്മത്തിൽ ഒരു തുണ്ട് കളർത്ത് പോലും ഞാൻ എൻ്റെ കയ്യിൽ എഴുതി പറ്റിയിട്ടില്ല. അത് നമ്മള് പറയും ചിലപ്പോൾ തെറ്റുണ്ടാവാം. അത് മുന്നേ പറഞ്ഞിരുന്നു പണ്ഡിതനൊന്നല്ല, തെറ്റുണ്ടാവും. ശരി, എന്നിരുന്നാലും എനിക്ക് ഒട്ടനവധി സത്യം പറയാം ഒട്ടനവധി വേദികൾ നമുക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്. വാക്കുകൊണ്ടായാലും നോട്ടം കൊണ്ടായാലും ഇങ്ങനെയൊക്കെ കുറെ അംഗീകാരങ്ങൾ എനിക്ക് വളരെ പ്രേമികൾ അംഗീകാരം കിട്ടുന്നുണ്ട്. അത് ആ ഒരു സന്തോഷത്തിൽ നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഇത് രണ്ട് കഥ ഇതിനെ പറ്റി പറഞ്ഞെങ്കിലും വേറൊരു സംഭവത്തോടു കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. എങ്ങനെ? അപ്പൊ ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഒന്ന് പറയാം. ഇപ്പൊ ചില ഇതുകളിപ്പോ നല്ലൊരു ട്യൂൺസ് പാട്ട് ചില ടീമുകൾക്ക് പാടുമ്പോ ഞാൻ പറയും ഓണക്കളി പ്രേമികൾക്ക് എന്നൊന്നും മനസ്സിലിട്ട് തലവലിക്കാൻ നല്ലൊരു ട്യൂൺസ് പാട്ട് പാടിയ ഇപ്പൊ മൈതിരി കുറ്റിത്തരം ഇപ്പൊ വനിതാ ടീമുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് എന്ന് പെട്ടെന്ന് അവരെ ടീമുകളെടുത്ത് പറയുന്ന അപ്പൊ മൈതിരി കുറ്റിത്തരം വനിതാ ഓണക്കളി സംഘത്തിന് 1000 അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് അങ്ങനെ പറയും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം. അതാണ് നമ്മൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഈ കലാകാരനെ നമുക്ക് എന്തായാലും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഓണങ്ങളി കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ഓണങ്ങളി ടീമും ഇദ്ദേഹത്തിന് വേണ്ട അവസരങ്ങളൊക്കെ കൊടുത്ത് ആളെ നല്ലൊരു രീതിയിൽ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഓക്കെ എന്നാ